അപ്പോൾ ഹാപ്പി ജിഗ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കാരണം എനിക്കത് വളരെയധികം സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, എൻ്റെ മോനുണ്ടാക്കിയ കുറച്ച് പേപ്പർ ഐറ്റംസ് കൊണ്ട് കുറേ സംഭവങ്ങൾ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പുറത്ത് നിന്നാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്, കാരണം അകത്ത് അധികം വെട്ടമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാനും എന്താ പറയുക എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടി വീഡിയോ, കാരണം അവനും ഞാനും ഉള്ള ഒരു ലോകമാണ് വീട്ടിൽ. അപ്പോൾ അതിനിടയിൽ അവൻ പേപ്പർ വെച്ചിട്ടൊക്കെ അവനത് അറിയാവുന്ന കൊണ്ട് ഒരുപാട് പേപ്പർ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അവൻ പുറകോട്ടാണ് അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് സംഭവങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അപ്പം നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പേപ്പർ കൊണ്ടുണ്ടാക്കിയ കുറേ ഐറ്റംസ്. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് വണ്ടിയല്ലേടാ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു സ്മോൾ വണ്ടി, ചെറിയ വണ്ടി കണ്ടോ. പിന്നെ ഇത് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഷൂ ആണ്. ഇത് അത്രയ്ക്ക് ഫിനിഷിങ് ആയിട്ടില്ല, എങ്കിലും അത് രണ്ടെണ്ണം ഉണ്ട്, ഒരു ജോഡിയായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊരു ബസ്, ഇതും പണി പൂർത്തിയാക്കിയിട്ടില്ല, അതവൻ്റെ മടി കാരണം അതങ്ങനെയായി. പിന്നെ ഇതൊരു എന്താ പറയണ ഫിംഗർ റോബോട്ട്. അതായത് ഇതിൻ്റെ ഇവിടെയൊക്കെ കൈയിട്ടിട്ട് ചരട് വലിച്ച് കെട്ടുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഇങ്ങനെ അനങ്ങും. ഇങ്ങനെ ഓരോ വിരലുകൾ നമുക്കിങ്ങനെ അനക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവമാണത്. പിന്നെ ഇതൊരു സൈക്കിൾ, ചെറിയ സൈക്കിൾ. ഇതും അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷ് ആയിട്ടില്ല, ഭയങ്കര മടിയാണ് അത് കാരണം. പിന്നെ ഇതൊരു സ്കൂട്ടർ. ഇത് പിന്നെ പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ, പക്ഷെ നല്ല കട്ടിക്കാണ് ഉണ്ടാക്കിയിരിക്കണം, അതുകൊണ്ട് അങ്ങനെ. അതും ഫിനിഷിങ് അല്ല. പിന്നെ ഇതൊരു ഹെൽമെറ്റാണ്. ഇതും പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം ഡാമേജ് ആയിട്ടുണ്ട്, ഇതിൻ്റെ കൊമ്പുകളും മറ്റുമൊക്കെ. പിന്നെ ഇത് ഫിംഗർ ഷൂ ആണ്. ഇതിൻ്റെ ഓരോ ജോഡികളേ ഉള്ളൂ, ഓരോന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും ബാലൻസ് ഒന്നും കാണാനില്ല. ഇതൊക്കെ കണ്ടോ, ഇതാണ് സംഭവം. ഫിംഗർ ഷൂ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഷൂ ആയിരുന്നു, പക്ഷെ അത് പോയി. അതങ്ങനെ. ഇതെന്തുവാടാ മോനെ? ഇതൊരു റോക്കറ്റ്. ഇത് അത്യാവശ്യം ഫിനിഷിങ്ങൊക്കെ ആക്കി വെച്ചിരുന്നതാണ്. അതാണ് ഇതിൻ്റെ ലുക്കെന്ന് പറയുന്നത്. കണ്ടോ. പിന്നെ ഇതൊക്കെ വെറുതെ പേപ്പർ കണ്ടപ്പോൾ ചുമ്മാ ഒരു കിണർ, അതിൻ്റെ കപ്പി, പിന്നെ അതിൻ്റെ അടുത്തൊരു പൈപ്പ്. ഇതെല്ലാം ഡാമേജ് ആയിപ്പോയി. കണ്ടോ, പൈപ്പ് ഈ നീല കളറ് കാണുന്ന വെള്ളം വീഴുന്നതാണ് കേട്ടോ. ഇതും മറ്റേ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാക്കിയ. ഞാൻ ആദ്യത്തെ ഇതും കിണറായിരിക്കുമെന്നാണ്, പക്ഷെ എന്താണെന്നറിയില്ല. പിന്നെ ഇത് പേപ്പർ വെച്ചുണ്ടാക്കിയ ഇത് കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയ. പേപ്പറല്ല, കാർഡ്ബോർഡ് വെച്ച് അടിയിൽ വീലൊക്കെ, കാർഡ്ബോർഡിന് തന്നെ വീലൊക്കെ സെറ്റ് ചെയ്തത്. അതിൻ്റെ സംഭവം എന്തുവാണ് ചെയ്തിരിക്കുന്നത്? ഇത് അത് പറഞ്ഞു പോയി. ഇത് ബഡ്സിൻ്റെ ഇത് വെച്ചിട്ട് ബാക്കി കാർഡ്ബോർഡ് വെട്ടി സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇതും ഫിനിഷിങ് ആക്കിയിട്ടില്ല. പിന്നെ ഇതൊരു പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കിയതാണ് അല്ലേ, പൂച്ച. ഇതിൻ്റെ വലിയൊരു പൂച്ചയുണ്ട്, വെച്ചിട്ട് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചത് കണ്ടോ. പട്ടിയാണെന്ന്. ഇത് പട്ടിയാണ് ഗൈസ്, അവൻ തന്നെ പറഞ്ഞു ഇതങ്ങനെ ഒരു ഷേപ്പ്. പിന്നെ കുറേ വെറൈറ്റി മാസ്ക്. ഇതൊരു മാസ്ക്, ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ വരും
കണ്ട, ഇത് പേപ്പറിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പോയി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്, ഒരു ക്യാപ്പ് കണ്ട. ഇതും പേപ്പർ വെച്ചിട്ടല്ലേ, കട്ടിസ് പേപ്പറല്ലല്ലോ, ഇതും പേപ്പർ വെച്ച് ഉണ്ടാക്കി അവൻ്റെ പേരൊക്കെ അതെ അവൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തുവാണ്, നാറൂട്ടോ, അവൻ്റെ കാർട്ടൂൺ ചാനലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. ഇത് കൊള്ളാം, ഇത് അത്യാവശ്യം നല്ലൊരു ക്യാപ്പായിരുന്നു. പിന്നെ ഇത് വേറൊരു മാസ്ക്, ഇത് ഏലിയൻ മാസ്ക് എന്നാണ് അവൻ പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഏലിയൻ്റെ സംഭവം പോലെയൊക്കെ തന്നെ ഉണ്ട് തല. ബാക്കിലെന്തോ ജനൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇതങ്ങനെ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വാളാണ്, വാള് അല്ലേ. പിന്നെ അടുത്തതും ഇതൊരു പട്ടാളക്കാരൊക്കെ വെക്കുന്ന മോഡലൊരു അല്ലേ, അവർ വെക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെല്ലാം പേപ്പർ വർക്ക്സാണ്. കണ്ടോ, ഇതൊരു ക്യാപ്പ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണിത്. ഇതിനെന്തുവാ പറയുന്നടാ, മാൻ ക്രാഫ്റ്റാ. ഇതൊരു ക്യാരക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പക്ഷേ ഒരെണ്ണം കൂടെ ഇതിൻ്റെ ഇപ്പുറം ഇല്ലായിരുന്ന. ഇവിടെ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, മൈൻ ക്രാഫ്റ്റ് മാൻ. യെസ്, ഇതും പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കിയ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്പം കൈയില്ല, കാലില്ല, ഉടലില്ലാത്തൊക്കെ അവസ്ഥ. ഒരാൾ കൂട്ടുണ്ടായിരുന്ന വേറൊരാൾ ഇവിടെ ഇല്ല, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ മോൻ ഉണ്ടാക്കിയത്. ഫൈനലി അവൻ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അതെ, ഓട്ടോറിക്ഷ. ഇത് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇതിന് പ്ലാസ്റ്റിക്കിന് എന്തെന്താ പറയുന്നത്, പ്ലാസ്റ്റിക് തന്നെയാണ്. അത് വെച്ചിട്ട് ഫ്രണ്ടിൽ കവർ ചെയ്തിട്ട്, പിന്നെ ഇതൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തതാണ്, ഈ വീലും ഈ സംഭവമൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇട്ട് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ഒരു ബാറ്ററി ഉണ്ട്, മോട്ടറുണ്ട്, അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം കാണിച്ചു തരാം. ഇവിടെ ഒരു ഇങ്ങനെ തുറന്നിട്ട് നമുക്കിവിടെ കാണാം. ഇത് എക്സ്ട്രാ ഒരു വീലിൻ്റെ മോഡലിൽ ബാക്കിൽ വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഒരു ഓട്ടോ പോലെ. ഇതും അവൻ ഓടിച്ചൊക്കെ നോക്കിയതായിരുന്നു കേട്ടോ, നല്ലോണം ഓടിയതാണ് വണ്ടി. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഫിനിഷിങ് ആയൊരു സംഭവമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട്. ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് എൻ്റെ മോൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. എൻ്റെ കഴിവുള്ള ഒരു കുട്ടിയാണ്, അത്യാവശ്യം കഴിവുള്ളൊരു കുട്ടി തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇനി കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അവന് മേടിച്ച് കൊടുത്തിട്ട് അതിനെ കൊണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ഇതിലെല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫിംഗർ ഷൂ ആണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താ ഇത് ക്ലിയറായിട്ട് കാണുന്നില്ലല്ലോ. നല്ല അത്യാവശ്യം നല്ല ഭംഗി. ഇത് പട്ടാളക്കാരുടെയൊക്കെ ഒരു പണ്ടത്തെ സായിപ്പന്മാരൊക്കെ അല്ലേടാ, നീ നിനക്കറിയുമെന്ന് അറിയത്തില്ല, പണ്ട് കാലത്തെ പട്ടാളം എന്ന് പറയാൻ പറ്റില്ല, പണ്ട് കാലത്തെ സായിപ്പന്മാരൊക്കെ ഇട്ടിരുന്ന ഒരു പിന്നെ ഷൂവിൻ്റെ ഒരു മോഡൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇംഗ്ലീഷുകാരൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ഷൂ. ഇത് അത്യാവശ്യം നല്ല ഷൂ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ജോഡി കാണുന്നില്ല, എല്ലാം പഞ്ചർ സൂട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം പഴയതാണ്, പുതിയതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വരാനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന വീഡിയോയും ഉണ്ടാക്കി വെച്ച കുറേ വീഡിയോസൊക്കെ.
കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നമ്മുടെ ജഗ്ഗൂട്ടൻ്റെ ക്രാഫ്റ്റിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.